Good morning. നമ്മളെവിടെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ അല്ല നോക്കിയത്. ചാപ്റ്റർ 13 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ കുറച്ച് ഡെഫിനിഷൻ കാര്യങ്ങൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻസ് പറഞ്ഞു, ഡ്യൂട്ടി പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി പറഞ്ഞു. പിന്നെ നമ്മൾ ഇലമെന്റ്സ് ആണ്, എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേഷന്റെ ഇലമെന്റ്സ്. അതിനകത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് പോസ്കോപ്പ്, ഒരു അക്കഡമി നമ്മൾ നോക്കണം. പോസ്കോപ്പിന്റെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? പി എന്ന് പറഞ്ഞ പ്ലാനിങ്, ദെൻ ഓ ഓർഗനൈസിങ്, എസ് സ്റ്റാഫിംഗ്, ദെൻ ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് പോലെയല്ലേ നമ്മൾ പറഞ്ഞത്? ആണോ നിഷ? ഓക്കെ. ശ്രീജ, അതെ. നമ്മള് ഓരോ ഇലമെന്റ്സും ആണ് പറഞ്ഞു കേട്ടോ. പ്ലാനിങ്, രണ്ടാമത്തെ ഓർഗനൈസിങ്, അടുത്തത് സ്റ്റാഫിംഗ്, അടുത്തത് നെക്സ്റ്റ് ഡയറക്റ്റിംഗ്. ഇനി നെക്സ്റ്റ് ആണ് സി. പോസ്കോപ്പിലെ സി എന്ന് പറഞ്ഞ ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? കോർഡിനേറ്റിംഗ്. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഏകോപിപ്പിക്കുക, അല്ലെ? എല്ലാത്തിനെയും ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. കോർഡിനേറ്റിംഗ്, ഏകോപിപ്പിക്കുക. കോർഡിനേറ്റിംഗ്. കോർഡിനേഷൻ ഈസ് ദ യൂണിഫിക്കേഷൻ. യൂണിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഏകീകരണം. ഏകീകരണം, ഏകീകരണം, യൂണിഫിക്കേഷൻ. ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താ? സംയോജനം. ഇന്റഗ്രേഷൻ, സംയോജനം. ഇന്റഗ്രേഷൻ, സംയോജനം. സിൻക്രോണൈസേഷൻ, സമന്വയം. Of the effort of the group members so as to give unity of action in the pursuit of common goals. Pursuit എന്ന് വെച്ചാൽ പിന്തുടരുക എന്നുള്ളത്. അതായത് ഒരു പൊതുവായ ലക്ഷ്യങ്ങള് പിന്തുടരുന്നതിന് പ്രവർത്തിക്കുന്ന, അതിനെ നേതൃത്വം നൽകുന്ന ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ അവർക്കുടെ എഫേർട്ട്, അവർക്കുടെ ശ്രമങ്ങളുടെ ഏകീകരണം, സംയോജനം, സമന്വയം, അതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ആരുടെ എഫേർട്ടാണ്? ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. എന്തിനു വേണ്ടി? സോ ആസ് ടു കീപ് ദ യൂണിറ്റി ഓഫ് ആക്ഷൻ ഇൻ ദ പെർസ്യൂട്ട് ഓഫ് കോമൺ ഗോൾ. ഒരു പൊതുവായ ലക്ഷ്യങ്ങള് പിന്തുടരുന്നതിന്, ഒരു പൊതുവായ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിന് ആ പ്രവർത്തനത്തിന്റെ ഒരു ഐക്യം നിലനിർത്തുന്നതിനായിട്ട് ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ശ്രമങ്ങളുടെ ഏകീകരണം, സംയോജനം, സമന്വയം, അതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അണ്ടർലൈൻ ചെയ്തിടാ. ഡാഷ് ഈസ് ദ യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, സിൻക്രോണൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ആ സെന്റൻസ് അതുപോലെ തന്നെ തരാം. അപ്പൊ അവിടെ എന്താണ്? കോർഡിനേഷൻ ആണ്. കോർഡിനേഷൻ. ഓക്കെ, അടുത്ത് നോക്കിയേ. റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടിംഗ് മീൻസ് to form a system whereby relevant needed information is furnished to management with the help of the reports continuously. എന്താ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്? ഒരു ഫോമൽ സിസ്റ്റം ആണ്, ഒരു ഔപചാരികമായിട്ടുള്ള ഒരു സംവിധാനമാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? whereby relevant needed information is furnished to management. മാനേജ്മെന്റിന് അവർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറുക ചെയ്തത് എന്തിന്റെ സഹായത്തോടുകൂടി? വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിപ്പോർട്ട്സ് കണ്ടിന്യൂസ്ലി. എന്താ പറഞ്ഞേക്കുന്നത്? ഈ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഫോമൽ സിസ്റ്റം, ഔപചാരികമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിലൂടെ നമുക്ക് മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങള് അത് റിപ്പോർട്ടിന്റെ സഹായത്തോടു കൂടി മാനേജ്മെന്റിന് എന്ത് ചെയ്യുന്നു? കൈമാറുന്നു. ഓക്കെ, റിപ്പോർട്ടിംഗ്. ഫർണിഷ്ഡ് എന്ന് പറഞ്ഞാൽ സജ്ജീകരിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങള് തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകളുടെ സഹായത്തോടു കൂടി കൊടുക്കുന്നു. ഇതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്.
Then, thus the report is the essence of any management reporting system. ഏതൊരു മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് എസൻസ് എന്താ റിപ്പോർട്ടാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഡാഷ് ഈസ് ദ എസൻസ്, എസൻസ് സാരാംശം. റിപ്പോർട്ടിംഗ് എനി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം റിപ്പോർട്ട് അണ്ടർലൈൻ ചെയ്യുക. That report provide the means of checking the performance. Report എന്താ നൽകുന്നത്? It's a means of checking the performance. Performance ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു മാർഗം, അതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നത്. Report provide the means of checking the performance. Report provides the means of ചെക്കിംഗ് ദ പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസ് പ്രകടനം അത് പരിശോധിക്കുന്നതിനുള്ള മാർഗമാണ് ആ റിപ്പോർട്ട് നൽകുന്നത്. ഓക്കെ, റിപ്പോർട്ടിംഗ് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഡാഷ് മീൻസ് ടു ഫോർമൽ സിസ്റ്റം. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഡാഷ് ഈസ് ദ എസൻസ് ഓഫ് എനി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. അത് അണ്ടർലൈൻ ചെയ്തിട്ട് അടുത്തത് മൂന്ന് സെന്റൻസ് ഉള്ള മൂന്നും അണ്ടർലൈൻ ചെയ്തിടാം. ഡാഷ് പ്രൊവൈഡ്സ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. ഏതാ? റിപ്പോർട്ട്സ്. ഇനി അടുത്തതാണ് ബഡ്ജറ്റിംഗ്. ഇപ്പൊ പോസ്കോപ്പിലെ പി എന്ന് പറഞ്ഞ ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? ബഡ്ജറ്റിംഗിനെ സൂചിപ്പിക്കുന്നു. ബഡ്ജറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. അണ്ടർലൈൻ ചെയ്തിട്ടേ. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞ എന്താണ്? is designing a plan. ഒരു പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, ആസൂത്രണം ചെയ്യുന്നു. എന്തിനു വേണ്ടി? ടു സ്പെൻഡ് മണി. ഒരു പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ആസൂത്രണം ചെയ്യുന്നതിനെയാണ്, ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുക, രൂപകൽപ്പന ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മള് ബഡ്ജറ്റ് തയ്യാറാക്കണല്ലേ? എന്തെങ്കിലും ഒരു കാര്യം മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ബഡ്ജറ്റ് ഇട്ട് വെക്കും. എന്താ ബഡ്ജറ്റ് എന്ന് പറയുന്നത്? ഇത്ര രൂപ ബഡ്ജറ്റ്, അതിൽ ഒതുക്കുന്ന കാര്യങ്ങൾ വേണം പർച്ചേസ് ചെയ്യാൻ എന്ന് നമ്മള് ഷോപ്പിങ്ങിന് പോകുമ്പോൾ വെക്കും. ഗ്രോസറി ഷോപ്പിംഗ് അല്ലെ, അന്ന് പറഞ്ഞേക്കുന്നേ. അപ്പൊ നമുക്ക് എന്താണ് അതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്ര രൂപ നമ്മൾ ചെലവാക്കണം, ഇത്ര രൂപ ചെലവാക്കിയാൽ മതി, അതല്ലേ? അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 1000 രൂപ, നമ്മുടെ ബഡ്ജറ്റ് 1000 ആണ്. അപ്പൊ ആ 1000 ഒതുങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ വാങ്ങണം. അതാണ് ഇതൊരു പ്ലാൻ ആണ്, ഒരു ആസൂത്രണമാണ്. എന്തിന്? ടു സ്പെൻഡ് മണി അല്ലെ? പൈസ എങ്ങനെ ചെലവാക്കണം എന്ന് ആസൂത്രണം ചെയ്യുന്ന ഒരു ആസൂത്രണം ചെയ്യുക, അതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പൈസ ചെലവാക്കാൻ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന പ്രോസസ് ആണ് ബഡ്ജറ്റിംഗ്. ദിസ് സ്പെൻഡിങ് പ്ലാൻ ഈസ് കോൾഡ് ദ ബഡ്ജറ്റ്. ആ സ്പെൻഡിങ് പ്ലാൻ ആണ് എന്ത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഫസ്റ്റ് സെന്റൻസിൽ ഡാഷ് ഈസ് ദ പ്രോസസ് അത് ചോദിക്കാം. This spending plan is called a budget. അത് അണ്ടർലൈൻ ചെയ്തിടാം. Making this spending plan allows you to decide in advance whether you will have enough money to do something you are required to do or would like to do. അതല്ലേ ശരിക്കും? ഈ സ്പെൻഡിങ് പ്ലാൻ എന്ത് ചെയ്യുന്നു? നമുക്ക് ഡിസൈഡ് ചെയ്ത് നമുക്ക് തീരുമാനിക്കാം, മുന്നിട്ട് അഡ്വാൻസ് ആയിട്ട് തീരുമാനിക്കാം. അത് വാങ്ങാൻ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പൈസ ഉണ്ടോ? അല്ലേ? ഇത് വാങ്ങാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പെൻഡിങ് കാർഡ് ഉണ്ടാക്കുന്നത് നമ്മൾ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ ആയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് വേണ്ടത്ര പണമുണ്ടോ എന്ന് തീരുമാനിക്കാനായിട്ട് ഈ സ്പെൻഡിങ് പ്ലാൻ നമ്മളെ അനുവദിക്കുന്നു, അല്ലെങ്കിൽ ബഡ്ജറ്റ് നമ്മൾക്ക് അനുവദിക്കുന്നു. Then budgeting is merely balancing the expense with the income. ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ വരുമാനം, ഇൻകമിന്റെ ചെലവുമായിട്ട് ബാലൻസ് ചെയ്യുന്നത്. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻകം എത്രത്തോളം ഉണ്ട് അതിനെ എക്സ്പെൻസ് ചെലവുമായിട്ട് ബാലൻസ് ചെയ്യുക മാത്രമാണ് ബഡ്ജറ്റിംഗ് ചെയ്യുന്നത്. ബഡ്ജറ്റിംഗ് ഈസ് മിയർലി ബാലൻസിങ് ദ എക്സ്പെൻസ് വിത്ത് ദ ഇൻകം. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എന്താ? ചെലവുകള്, നമ്മുടെ ഇൻകം വരുമാനം, അതിനെ എക്സ്പെൻസ് ചെലവുമായിട്ട് ബാലൻസ് ചെയ്യുക മാത്രമാണ് ബഡ്ജറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഓരോ പോസ്കോപ്പിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നതും ആ ഫസ്റ്റ് ലൈനും അണ്ടർലൈൻ ചെയ്തിട്ടുക. നമ്മൾ പറഞ്ഞത് ആദ്യം കോർഡിനേഷൻ ആണ്. കോർഡിനേഷനിലെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് എന്താണ് കോർഡിനേഷൻ?
അടുത്ത റിപ്പോർട്ടിംഗ് എന്താണ്? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാ. പിന്നെ ഡാഷ് ഈസ് ദ എസൻസ് ഓഫ് എനി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാ. പിന്നെ ബഡ്ജറ്റിംഗ്, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് പ്ലാൻ ടു സ്പെൻഡ് മണി. ബഡ്ജറ്റിംഗ്, ദി സ്പെൻഡിംഗ് പ്ലാൻ ഈസ് കോൾഡ് എ ഡാഷ്, ബഡ്ജറ്റ്. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഫോമൽ സിസ്റ്റം ആണ് അല്ലെ. അതായത് നമ്മൾ തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകളുടെ സഹായത്തോടു കൂടി മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു ഫോമൽ സിസ്റ്റമാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. റിപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതാണ്, അത്രയും നോക്കി വെക്കണം കേട്ടോ, ഓരോ ഇലമെന്റ്സും നോക്കുക. ഇനി അടുത്തതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. എന്തൊക്കെയാണ്? ഭരണപരമായിട്ടുള്ള റോളുകൾ. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ വരുന്നത് ഇന്റർപേഴ്സണൽ റോൾസ് ഉണ്ട്, ഇൻഫർമേഷണൽ റോൾസ് ഉണ്ട്, ഡിസിഷണൽ റോൾസ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ ഏതൊക്കെ വരുന്നത്? ഇന്റർപേഴ്സണൽ റോൾസ്, വ്യക്തിപരമായിട്ടുള്ള റോളുകള്. ഇൻഫർമേഷണൽ റോൾസ് പേജ് നമ്പർ എത്രയാ നിങ്ങളുടെ? എത്രയാ? ഞാൻ 120 ആണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. നിങ്ങളുടെ അത് തന്നെയാണ് അല്ലെ ടെക്സ്റ്റില്. വ്യക്തിപരമായിട്ടുള്ള റോളുകൾ ഉണ്ട്. അടുത്തത് ഇൻഫർമേഷണൽ റോൾ, ഇൻഫർമേഷൻ കൊടുക്കാം, വിവരങ്ങൾ കൊടുക്കാന്നുള്ള ഒരു റോൾ ഉണ്ട്. ഡിസിഷണൽ, തീരുമാനമെടുക്കല്, ഡിസിഷണൽ റോൾസ് ഉണ്ട്. തീരുമാനപരമായിട്ടുള്ള റോളുകൾ വരുന്നുണ്ട്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ ഇൻക്ലൂഡ് ചെയ്ത് ഏതാ നോക്കാം. ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറഞ്ഞ ഏതാ? ഫിഗർ ഹെഡ്. എന്താണ് ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ? തലവൻ. ലീഡർ, നേതാവ്. ലിയേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? നല്ലൊരു റിലേഷൻ ഉള്ള ആളായിരിക്കണം. ഇതൊക്കെ ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള റോളുകളിൽ വരുന്നതില് ഒന്നാമത്തെയാണ് ഇന്റർപേഴ്സണൽ റോൾസ്, വ്യക്തിപരമായിട്ടുള്ള റോളുകൾ. അതെങ്ങനെയാ? ഫിഗർ ഹെഡ്, തലവൻ, ലീഡർ, നേതാവ്, ലിയേസൺ, എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തതാണ് ഇൻഫർമേഷണൽ റോള്. ഇൻഫർമേഷണൽ റോൾസിൽ വരുന്നത് മോണിറ്റർ ചെയ്യുക, എല്ലാത്തിനെയും നിരീക്ഷിക്കുക. ഡിസെമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രചരിപ്പിക്കുന്നവൻ, ഡിസെമിനേറ്റർ. അടുത്ത നോക്കിയേ, ഇൻഫർമേഷൻ റോളിൽ വരുന്ന ഏതാണ്? സ്പോക്ക് പേഴ്സൺ, നല്ലൊരു വക്താവായിരിക്കണം. സ്പോക്ക് പേഴ്സൺ, നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരിത് ഏതിന് വേണം? ഇൻഫർമേഷണൽ റോൾസിൽ വേണം. നമുക്ക് പല ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനൊക്കെ ആയിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ഒരിത് വേണം, വക്താവായിരിക്കണം. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഇൻഫർമേഷണൽ റോൾസിൽ വരുന്ന ഏത്, അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഇൻഫർമേഷൻ റോൾസിൽ ഏതാ? മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്സ് പേഴ്സൺ, നല്ലൊരു നിരീക്ഷകൻ. ഡിസെമിനേറ്റർ, പ്രചരിപ്പിക്കുന്നവൻ, നല്ലൊരു വക്താവായിരിക്കണം. ഇനി ഡിസിഷണൽ റോൾസ്, തീരുമാനപരമായിട്ടുള്ള റോളുകൾ. അതിനകത്ത് വരുന്നേതാ? എന്റർപ്രീനിയർ, നല്ലൊരു സംരംഭകൻ. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, ഡിസ്റ്റർബൻസ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവര്. റിസോഴ്സ് അലോക്കേറ്റർ, റിസോഴ്സുകൾ, അതിന് വേണ്ട വിഭവങ്ങളെ അനുവദിക്കുന്നതായിരിക്കണം. റിസോഴ്സ് അലോക്കേറ്റർ. അടുത്ത് നോക്കിയേ, നെഗോഷിയേറ്റർ. നെഗോഷിയേഷൻ പഠിച്ചാണല്ലോ അല്ലേ? നെഗോഷിയേറ്റർ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് നിൽക്കടുത്തല്ലേ? മെറ്റീരിയൽസ് മാനേജ്മെന്റില് ഇതാണ് നെഗോഷിയേറ്റർ. നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞാൽ നല്ലൊരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തില്ല. ഓക്കെ, എടുത്തിട്ടില്ല. നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലൊരു ചർച്ചാക്കാരൻ. നെഗോഷിയേഷൻ ചർച്ചാക്കാരനായിരിക്കണം. അപ്പൊ അത് 3 റോളുകൾ വരുന്നുണ്ട്. ആ 3 എണ്ണത്തിലും ഇൻക്ലൂഡ് ചെയ്യണത് ഏതെന്ന് ചോദിച്ചാൽ പഠിച്ചു വെക്കണം കേട്ടോ. ഇന്റർപേഴ്സണൽ റോൾസിൽ ഫിഗർ ഹെഡ്, ലീഡർ, ലിയേസൺ. ഇൻഫർമേഷൻ റോൾസിൽ മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്സ് പേഴ്സൺ, വക്താവായിരിക്കണം. ഡിസിഷണൽ റോൾസിന് എന്റർപ്രീനിയർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ, റിസോഴ്സുകൾ അനുവദിക്കണം.
നെഗോഷിയേറ്റർ, നല്ലൊരു ചർച്ചാക്കാരനായിരിക്കണം. ഇനി അടുത്തതാണ് സ്കിൽസ് നീഡഡ്. എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത്? അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് എന്തൊക്കെ സ്കിൽസ് ആണ് നോക്കിയേ? ടെക്നിക്കൽ സ്കില്ല്, ടെക്നിക്കൽ ആയിട്ടുള്ള കഴിവ് വേണം. ഹ്യൂമൻ സ്കിൽസ്, മനുഷ്യപരമായിട്ടുള്ള കഴിവുകൾ വേണം. ദെൻ കോൺസെപ്റ്റൽ സ്കിൽസ്, കോൺസെപ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തിക്കാനായിട്ട് കോൺസെപ്റ്റൽ സ്കിൽസ്. അപ്പൊ മൂന്നെണ്ണാണ് സ്കിൽസുകൾ പറയുന്നത്. ടെക്നിക്കൽ സ്കിൽസ്, ഹ്യൂമൻ സ്കിൽസ്, കോൺസെപ്റ്റൽ സ്കിൽസ്. നോക്കിയേ, ടെക്നിക്കൽ സ്കിൽസ്, നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞ എന്താണ്? എങ്ങനെയാ? നല്ല നോളജ് വേണം, നല്ല നോളജ് വേണം. അതുപോലെ ആ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഫീൽഡില്, ആ സ്പെസിഫിക് ഫീൽഡില് എങ്ങനെയായിരിക്കണം? എക്സ്പേർട്ട് ആയിരിക്കണം, നല്ലൊരു വൈവിധ്യം വേണം, വൈദഗ്ധ്യം, നല്ലൊരു എക്സ്പേർട്ട് ആയിരിക്കണം, നോളജും ആയിരിക്കണം, എക്സ്പേർട്ട് ആയിരിക്കണം. സ്പെസിഫിക് ഫീൽഡ്, ഏത് ഫീൽഡാണോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ നമ്മൾ പറയുന്നത്, അപ്പൊ ആ ഒരു ഫീൽഡില് നല്ല അറിവും വേണം, നല്ല പരിചയമുള്ളതായിരിക്കണം. ഹ്യൂമൻ സ്കിൽസ്, ഹ്യൂമൻ സ്കിൽസ് നോക്കിയേ, ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ. എന്തിനുള്ള കഴിവ് വേണം? മറ്റുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ഹ്യൂമൻ സ്കിൽസ്, മറ്റുള്ള ആളുകളുമായിട്ട് നന്നായി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് വേണം. ഹ്യൂമൻ സ്കിൽസ്. വർക്ക് വെൽ വിത്ത് അതർ, ശരിയാണ്. മറ്റുള്ള ആളുകളുമായിട്ട് നന്നായിട്ട്, ചിലരൊക്കെ എവിടെ ചെന്നാലും വഴക്കുണ്ടാക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയാവാൻ പാടില്ല. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസുകൾ എന്നാണ് പറയുന്നത്. ഹ്യൂമൻ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ച് പോകാനുള്ള ഒരു കഴിവ് വേണം. ഇനി നെക്സ്റ്റ് നോക്കിയേ, കോൺസെപ്റ്റൽ സ്കിൽസ്. ഏതൊക്കെയാണ് കോൺസെപ്റ്റൽ സ്കിൽസ് എന്ന് പറയുന്നത്? ദ കപ്പാസിറ്റി ടു തിങ്ക്, ചിന്തിക്കാനുള്ള കഴിവ്. And it gestures about abstract and complex situation which concerns the organization. നമ്മുടെ ഒരു ഓർഗനൈസേഷനെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റിനെ, ആ ഹോസ്പിറ്റലിനെ ബാധിക്കുന്ന, അതിനെ അഫക്ട് ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ടുള്ള, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലക്സ് സിറ്റുവേഷൻ, സങ്കീർണമായിട്ടുള്ള ആ സിറ്റുവേഷൻസ്, കോംപ്ലക്സ് സിറ്റുവേഷൻസ്, അതിനെ കുറിച്ച് ചിന്തിക്കാനും അതുപോലെ അതിനെ മനസ്സിലാക്കാനും. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? നിഗൂഢമായ, അബ്സ്ട്രാക്ട്. അതായത് എന്താ പറയാ, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അതിനെ കുറിച്ച് ചിന്തിക്കാനും അതിനെ മനസ്സിലാക്കാൻ, അതല്ലേ മുൻകൂട്ടി കാണാനുള്ള ഒരു കപ്പാസിറ്റി വേണം. മുൻകൂട്ടി കാണാനും അതിനെ കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു കഴിവ് വേണം. ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അബ്സ്ട്രാക്ട് നിഗൂഢമായിട്ടുള്ള സിറ്റുവേഷൻസ്, അതിനെ മനസ്സിലാക്കാനും, അതുപോലെ ചിന്തിക്കാനുമുള്ള ഒരു കഴിവ് വേണം. മൂന്ന് സ്കില്ലുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഇനി അടുത്തതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തേങ്ങനെയാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ചാപ്റ്റർ തുടങ്ങി, ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് അല്ലേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. നല്ല സ്മൂത്തായി, സുഗമമായി ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടു പോവുക, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ ഭരണം എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്തിട്ടേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. അണ്ടർലൈൻ ചെയ്തിട്ടേ. Although some roles may involve direct patient care, many hospital administrators maintain little to no patient contact. ഇനി അവരുടെ റോളുകളില് നേരിട്ടുള്ള പേഷ്യന്റ് കെയർ ഉൾപ്പെടാമെങ്കിലും അവരുടെ അവരുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ റോൾസില് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ, നേരിട്ടുള്ള രോഗി പരിചരണം ഉൾപ്പെടാമെങ്കിലും
എന്താണ് many administrator to know patient contact. മിക്ക അഡ്മിനിസ്ട്രേറ്റർമാരും പേഷ്യൻസുമായിട്ട് നേരിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നില്ല. കുറച്ച് മാത്രമേ വളരെ കുറച്ച് മാത്രമേ ഡയറക്റ്റ് പേഷ്യന്റ് കെയർ വരുന്നുള്ളൂ. നേരിട്ടുള്ള ഡയറക്റ്റ് പേഷ്യന്റ് കെയർ അവരുടെ കോളിൽ വരാമെങ്കിലും മിക്ക അഡ്മിനിസ്ട്രേറ്റർമാരും പേഷ്യന്റുമായിട്ട് വളരെ കുറച്ച് സമ്പർക്കം മാത്രമേ പുലർത്തുന്നുള്ളൂ. They may have a variety of responsibilities. അവർക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട്, പല തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ലൈക്ക് അണ്ടർലൈൻ ചെയ്തോട്ടോ, എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി നോക്കി. മാനേജിങ് ഫിനാൻസ്, ഫിനാൻസ് കൈകാര്യം ചെയ്യുക. മാനേജിങ് ഫിനാൻസ്, ഫിനാൻസ് കൈകാര്യം ചെയ്യുക. Ensuring the department meets regulatory needs and hiring high quality staff. ഇനി ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങള്, ലളിതമായിട്ടുള്ള ആവശ്യങ്ങള് അതിനെ ഉറപ്പുവരുത്തുക. Ensuring the department meets regulatory needs and hiring, hire ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഹയർ ചെയ്യുക, നിയമിക്കുക. ആരെ? ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയിലുള്ള സ്റ്റാഫിനെ നിയന്ത്രിക്കുക, അവരെ നിയമിക്കുക, ഹയർ ചെയ്യുക. Then these professional can find, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇതൊക്കെ റെസ്പോൺസിബിലിറ്റി. മാനേജിങ് ഫിനാൻസ് ഇനി കൂടുതൽ വരുന്നുണ്ട് എങ്കിലും നോക്കാം. ഇവിടെ അണ്ടർലൈൻ ചെയ്യാനുള്ളത് മാനേജിങ് ഫിനാൻസ്, ensuring the department meets and regulatory needs, then hiring high quality staff. മൂന്നെണ്ണം അണ്ടർലൈൻ ചെയ്തിടാം. This professional can find work in a variety of healthcare organization. ഈ പ്രൊഫഷണൽസ്, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് അവർക്ക് പല ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില്, ഹോസ്പിറ്റലുകള്, ക്ലിനിക്സ്, കോർപ്പറേഷൻ, ഗവൺമെന്റ് ഏജൻസികളിലൊക്കെ എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാം. അവർക്ക് ജോലി കണ്ടെത്താൻ പറ്റും. These professional can find work, ജോലി കണ്ടെത്താൻ പറ്റും. In variety of പല ഹെൽത്ത് കെയർ, പല തരത്തിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് which consist of hospitals, clinics, corporation and government agencies. ഇവിടെയൊക്കെ എല്ലാ ആ ജോലി കണ്ടെത്താൻ പറ്റും. അപ്പൊ അതിനകത്ത് റെസ്പോൺസിബിലിറ്റി മൂന്നെണ്ണം ഒന്ന് അണ്ടർലൈൻ ചെയ്തില്ല. പിന്നെ അതിനകത്ത് ഒന്നാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്തത് ആ പാരഗ്രാഫിൽ. ക്ലിയർ ആണോ നോക്കിയേ? ഓക്കെ. ഡിപ്പാർട്ട്മെന്റ് സ്മൂത്ത് ആയിട്ട് സുഗമമായി നടത്തിക്കൊണ്ട് പോവുക. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അവർക്ക് ചില അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ എന്താ പറയാ, നേരിട്ടുള്ള പേഷ്യന്റ് കെയർ ഉൾപ്പെടാമെങ്കിലും മിക്ക അഡ്മിനിസ്ട്രേറ്റർമാരും പേഷ്യന്റുമായിട്ട് വളരെ കുറച്ച് സമ്പർക്കം മാത്രമേ പുലർത്തുന്നുള്ളൂ. അവർക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്താ? ഫിനാൻസ് മാനേജ് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങൾ, റെഗുലേറ്ററി നിയന്ത്രിതമായിട്ടുള്ള ആവശ്യങ്ങള് ഇതൊക്കെ ഉറപ്പുവരുത്തുക, ഹൈ ക്വാളിറ്റിയിലുള്ള സ്റ്റാഫിനെ നിയമിക്കുക. ഇനി ഈ പ്രൊഫഷണൽസുകൾക്ക് പല ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും. വെച്ച് കട്ടായി പോയി മാർക്ക് ചെയ്യേണ്ടത്. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ അടുത്തത് നമ്മള് റെസ്പോൺസിബിലിറ്റി അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, അത് മതി. മൂന്ന് കാര്യങ്ങൾ: മാനേജിംഗ് ഫിനാൻസ്, എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് മീറ്റ്സ് ആൻഡ് റെഗുലേറ്ററി നീഡ്സ്, ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്. അപ്പൊ മൂന്നെണ്ണം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ coordinate all department within a healthcare facility to make sure that they function as whole. എന്താ പറഞ്ഞേക്കണേ? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഉള്ളിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിക്കാം. അതായത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഏകോപിപ്പിച്ച്
അവ മൊത്തത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ എന്താ ചെയ്യണ്ടേ? എന്താണ്? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് ചെയ്ത് എല്ലാത്തിനെയും ഏകോപിപ്പിച്ച് അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി നടത്തുന്നുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. Their proficiency is needed to execute, plan, organize, direct and monitor the outcome of medical and health services. Proficiency എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാവീണ്യം എന്തിന്റെ ആവശ്യമാണ്? The proficiency is needed to execute ചെയ്യുക, നടപ്പിലാക്കുക, പ്ലാൻ ആസൂത്രണം ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, ഡയറക്ഷൻ കൊടുക്കുക, മോണിറ്റർ നിരീക്ഷിക്കുക, ടു ഔട്ട്കം ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്. ഒരു മെഡിക്കൽ ഹെൽത്ത് സർവീസിന്റെ ഔട്ട്കം, അതിന്റെ ഫലങ്ങൾ, അത് നടപ്പിലാക്കുന്നതിനും പ്ലാൻ ചെയ്യുന്നതിനും ഓർഗനൈസ് ചെയ്യുന്നതിനും ഡയറക്ട് ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും എല്ലാം അവർക്കിടെ പ്രാവീണ്യം ആവശ്യമാണ്. ഓക്കെ, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. So the role of the hospital administrator differ from one institution to next. ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ഹോസ്പിറ്റലിൽ പോലെ വേറെ ഹോസ്പിറ്റലില്, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ റോള് വ്യത്യാസമായിരിക്കാം. ഫ്രം വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു നെക്സ്റ്റ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അല്ലെങ്കിൽ മാറുന്നതിനനുസരിച്ച് ഈ അഡ്മിനിസ്ട്രേറ്റർമാരുടെ റോളിന് വ്യത്യാസം വരാം. Then duties are most often include. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തോ, അതൊക്കെ അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ഏതെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കാം. ഒന്നാമത്തെ നോക്കിയേ, serving as a contact among governing board, medical staff and department heads. Okay, governing ബോർഡുകള്, മെഡിക്കൽ സ്റ്റാഫുകള്, ഡിപ്പാർട്ട്മെന്റ് ഹെഡുകള് എന്നിവർക്കിടയിൽ നല്ലൊരു സമ്പർക്കം പുലർത്തുക. Serving as contact among governing board, medical staff and department head എന്നിവർക്കിടയിൽ നല്ലൊരു സമ്പർക്കം പുലർത്തുക. രണ്ടാമത്തെ പോയിന്റ് നോക്കി, റിക്രൂട്ടിംഗ്, ഹയറിംഗ് ആൻഡ് അസസിംഗ് നേഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. റിക്രൂട്ട് ചെയ്യുക, അവരെ തിരഞ്ഞെടുക്കുക, ഹയർ ചെയ്യുക, നിയമിക്കുക, അസസിംഗ് നേഴ്സസ്, അസസ് ചെയ്യുക, നേഴ്സസ്, ഡോക്ടർ ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ, നേഴ്സുമാരെ, ഡോക്ടറിനെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരെ, ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുക, അവരെ നിയമിക്കുക, അവരെ വിലയിരുത്തുക, അസസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്ന സെക്കൻഡ് പോയിന്റ് ഇതൊക്കെയാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡ്യൂട്ടീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ? എന്തൊക്കെയാ ഡ്യൂട്ടി പറയുന്നത്? ഒന്നാമത് ഗവേണിംഗ് ബോർഡ്, മെഡിക്കൽ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നിവർക്കിടയിൽ നല്ലൊരു സമ്പർക്കം പുലർത്തുക. പിന്നെ നേഴ്സുമാരെ, ഡോക്ടറിനെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരെയൊക്കെ തിരഞ്ഞെടുക്കുക, അവരെ വേണ്ട സ്ഥാനത്ത് നിയമിക്കുക, അവരെയൊക്കെ വിലയിരുത്തുക. അടുത്ത നോക്കിയേ, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് സർവീസസ് ആസ് ഡയറക്ട്ലി ബൈ ദ ഹോസ്പിറ്റൽ ബോർഡ്. ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം സർവീസുകള് ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, ഡയറക്റ്റിംഗ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക, ആൻഡ് കോർഡിനേറ്റ്, ഏകോപിപ്പിക്കുക. ഹോസ്പിറ്റൽ കൊടുക്കുന്ന സർവീസുകളിലെ ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം ഹോസ്പിറ്റലിലെ സർവീസുകളെ ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഹൂ ഇട്ടും ചോദിക്കാം കേട്ടോ. ഹൂ ഓർഗനൈസ്, direct, control and coordinate services as directly by the hospital board.
അതുപോലെ തന്നെ ഫസ്റ്റ് അത് അങ്ങനെ ആ പോയിന്റ്സിൽ ഏതെങ്കിലും പോകുന്നിട്ട് തന്നാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത് നോക്കിയേ, സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസി ഫോർ പേഷ്യന്റ് സർവീസസ്, quality assurance, public relation, outreach, and department activities. Okay, supervising the creation and the implementation of the programs and policies for ആർക്ക് വേണ്ടി? പേഷ്യന്റിന്റെ സേവനങ്ങൾ, പേഷ്യന്റ് സർവീസ് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് റിലേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ് എന്നിവയ്ക്കായിട്ടുള്ള പ്രോഗ്രാമുകളും പോളിസികളും ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? സൃഷ്ടിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള സൂപ്പർവിഷൻ, സൂപ്പർവൈസ് ചെയ്യുക. സൃഷ്ടിക്കാനും നടപ്പിലാക്കുന്നതിനും ഉള്ള കാര്യങ്ങളെ സൂപ്പർവൈസ് ചെയ്യുക, അതിന് വേണ്ട മേൽനോട്ടം വഹിക്കുക. സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാലും മതി. For patient services, quality assurance, public relation, outreach, and ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ് എന്നിവയ്ക്കൊക്കെ ആയിട്ടുള്ള പോളിസികളും പ്രോഗ്രാമുകളും സൃഷ്ടിക്കാനും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങള് അതിനെ സൂപ്പർവൈസ് ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കിയേ, അഡ്വാൻസിംഗ് ആൻഡ് എക്സ്പാൻസിംഗ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ. അഡ്വാൻസിംഗ് മുന്നേറുക, ഡെവലപ്പ് ചെയ്യുക. ആൻഡ് എക്സ്പാൻഡിങ് വികസിപ്പിക്കുക. പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്, പ്രോഗ്രാമുകളും സേവനങ്ങളും അതിന് വികസിപ്പിക്കുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. ഫോർ എന്തിനു വേണ്ടി? ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻസ്. സയന്റിഫിക് റിസർച്ചിനും പ്രിവെന്റീവ് പ്രതിരോധ മെഡിസിൻസ് അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളും സേവനങ്ങളും അത് വികസിപ്പിക്കുകയും അതിന് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. അഡ്വാൻസ് ചെയ്യാന്ന് വെച്ചാൽ മുന്നേറുക, ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ള മീനിങ് ആണ്. ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. ഇത്രയാണ് ഡ്യൂട്ടീസ്. അപ്പൊ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ഒക്കെ ചോദിക്കാം. നോട്ട് ചെയ്തോ. പെട്ടെന്ന് നോക്കിയേ, വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ ആൻസർ? ഇൻക്ലൂഡ് ചെയ്യണ ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ഒക്കെ ചോദിക്കുള്ളൂ കേട്ടോ. പിന്നെ അതിനകത്ത് ചിലപ്പോൾ ആണെങ്കിലും പോയിട്ട് ചോദിച്ചാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് നോക്കിയേ, ഒന്നാമത്തെ എന്താ പറഞ്ഞത്? എന്താണ്? ഗവർണിംഗ് ബോർഡ്, മെഡിക്കൽ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നിവരുമായിട്ട് നല്ലൊരു കോണ്ടാക്ട്, നല്ലൊരു ബന്ധം നിലനിർത്തുക. അടുത്തത് നേഴ്സിനെ, ഡോക്ടറിനെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരെയൊക്കെ തിരഞ്ഞെടുക്കുക, അവരെ ഹയർ ചെയ്യുക, നിയമിക്കുക, അവർക്ക് വേണ്ട സഹായം കൊടുക്കുക, അവരെ വിലയിരുത്തുക. അസസ് ചെയ്യുക എന്നാട്ടോ, അസസ് ചെയ്യുക, അവരെ വിലയിരുത്തുക. ഇനി അടുത്തത് ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം ഹോസ്പിറ്റലിലെ സേവനങ്ങള് അതിനെ ഓർഗനൈസ് ചെയ്യുക, ഡയറക്ട് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് പേഷ്യന്റ് സർവീസ്, ക്വാളിറ്റി അഷുറൻസ്, പബ്ലിക് റിലേഷൻ, ഔട്ട്റീച്ച് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ് തുടങ്ങിയവയ്ക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകളും പോളിസികളും സൃഷ്ടിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള കാര്യങ്ങള് അതിനെ സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ അടുത്തത് സയന്റിഫിക് റിസർച്ച്, പ്രിവെന്റീവ് മെഡിസിനില് അതിലേക്കുള്ള പ്രോഗ്രാമുകളും സേവനങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? അതിനെ വികസിപ്പിക്കുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുക, അതിൽ മുന്നേറുക, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. ഇനി നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാവ് ടു സ്റ്റേ കറന്റ് ഓൺ എനി ലോസ് ആൻഡ് റെഗുലേഷൻ that affect the healthcare or hospital admin industry. Underline ചെയ്തിട്ടേ, as well as medical and technological progress.
ഓക്കെ, ഒരു ഹെൽത്ത് കെയറിനെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിനെയോ അതുപോലെ മെഡിക്കൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് പുരോഗതിയിലേക്കോ ബാധിക്കുന്ന ഏതെങ്കിലും നിയമങ്ങളിലും നിയന്ത്രണങ്ങളിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് നിൽക്കണം. ഹാവ് ടു സ്റ്റേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാവ് ടു സ്റ്റേ. അവന് ഇഷ്ടമുള്ള രീതിക്ക് അവന് പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്. എങ്ങനെയായിരിക്കണം? ഒരു ഹെൽത്ത് കെയറിനെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിനെയോ മെഡിക്കൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് പുരോഗതി അതിനെയൊക്കെ ബാധിക്കുന്ന നിയമങ്ങളിലും ചട്ടങ്ങളിലും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് നിലനിൽക്കണം. ആസ് എ ബിസിനസ് ലീഡർ the hospital administrator must oversees. ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഈ കാര്യങ്ങൾ നോക്കണം. ഓവർസീസ്, അതിന് ഈ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കണം. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ അവിടെ. ആസ് എ ബിസിനസ് ലീഡർ the hospital administrator must oversees dash. എന്തൊക്കെ കാര്യങ്ങൾ ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം നോക്കിയേ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടേ? ലോങ് ടേം പ്ലാനിങ്. ഇപ്പത്തേക്കുള്ളത് മാത്രം പ്ലാൻ ചെയ്താൽ പോരാ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ലോങ് ടേം പ്ലാനിങ്, ദീർഘകാല ആസൂത്രണം. പല കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ദീർഘകാല ആസൂത്രണം. Then operating objectives and budget. Operating objectives, ലക്ഷ്യങ്ങളും ബഡ്ജറ്റ്സുകളും പ്രവർത്തിക്കുക. പ്രവർത്തന ലക്ഷ്യങ്ങൾ. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, പ്രവർത്തന ലക്ഷ്യം, ഒബ്ജക്റ്റീവ്സ് ഇല്ലേ, ലക്ഷ്യങ്ങള്, ബഡ്ജറ്റുകള്, ഇതെല്ലാം ഇതിനൊക്കെ മസ്റ്റ് ഓവർസീസ്, ഇതെല്ലാം മേൽനോട്ടം വഹിക്കണം. അടുത്ത നോക്കിയേ, ദ സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്. ഈ സിസ്റ്റമാറ്റിക് ഡെലിവറി, മെഡിക്കൽ സേവനങ്ങളുടെ സിസ്റ്റമാറ്റിക് ഡെലിവറി വിതരണം ചെയ്യുക കേട്ടോ. മെഡിക്കൽ സർവീസുകളുടെ സിസ്റ്റമാറ്റിക് ഡെലിവറി, ചിട്ടയായ വിതരണം. സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്, മെഡിക്കൽ സർവീസുകളുടെ, മെഡിക്കൽ സേവനങ്ങളുടെ ചിട്ടയായിട്ടുള്ള വിതരണം. ഫിനാൻഷ്യൽ റിപ്പോർട്ട് മേൽനോട്ടം വഹിക്കണം. അതിന് ഓവർസീസ് മേൽനോട്ടം വഹിക്കണം ഫിനാൻഷ്യൽ റിപ്പോർട്ട്. പിന്നെ ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, ഹോസ്പിറ്റൽ പോളിസികൾ ഉണ്ടാകുന്ന അതിനുള്ള മേൽനോട്ടം വഹിക്കണം. ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, ഇതെല്ലാം എങ്ങനെ? ആസ് എ ബിസിനസ് ലീഡർ, ഒരു ബിസിനസ് ലീഡർ എന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഈ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കണം. ഇതൊക്കെ കാര്യങ്ങളാ? long term planning, operating objectives and budgets, പ്രവർത്തന ലക്ഷ്യങ്ങളും ബഡ്ജറ്റുകളും, സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്, മെഡിക്കൽ സേവനങ്ങളുടെ ചിട്ടയായിട്ടുള്ള വിതരണം, ഫിനാൻഷ്യൽ റിപ്പോർട്ട്, ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, ഹോസ്പിറ്റൽ പോളിസിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കണം. ആ സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. എന്നിട്ട് ആ പോയിന്റ്സ് കൊണ്ട് നോക്കാം. ബിസിനസ് ലീഡർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീസ് ഡാഷ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? അതും കൂടി അണ്ടർലൈൻ ചെയ്യാം. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ആ പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ അവിടെ. Their strong interpersonal skills are needed when overseeing and mentoring. Mentoring എന്ന് പറഞ്ഞാൽ മാർഗനിർദ്ദേശം. മാർഗനിർദ്ദേശം കേട്ടോ. ഓവർസീയിങ് എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക. Overseeing and mentoring staff interacting with the community and cooperate with the governing board. എന്താ പറഞ്ഞേക്കണേ? ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപെടുന്ന സ്റ്റാഫിനെ മേൽനോട്ടം വഹിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശവും നൽകുകയും ചെയ്യുന്ന ഭരണസമിതിയുമായിട്ട് നമ്മൾ സഹകരിക്കുമ്പോൾ, ഗവേണിംഗ് ബോർഡ് അവരുമായിട്ട് സഹകരിക്കുമ്പോൾ അവരുടെ ഈ ശക്തമായിട്ടുള്ള ഇന്റർപേഴ്സണൽ സ്കിൽസ്, വ്യക്തിഗത കഴിവുകള് ആവശ്യമാണ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, സ്കിൽസ് പറഞ്ഞില്ലേ, സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ വേണം. ഇതിന് വേണമെന്നാ പറഞ്ഞേക്കണേ, ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപെടുന്ന,
ഇടപെടുന്ന ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപെടുന്ന സ്റ്റാഫിനെ മേൽനോട്ടം വഹിക്കുന്നതിനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കുന്നതിനും നൽകുകയും ചെയ്യുന്ന ഒരു ഭരണസമിതിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവരുടെ സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആവശ്യമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ജോബാണ്. ഇതും ചോദിക്കാറുണ്ട് എക്സാമിന്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ജോബ് എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ജോലിയിൽ വരുന്നത്? ഇൻ ബിസൈഡ്സ് ടു ഹോസ്പിറ്റലിൽ മാത്രമാണ് ഇവർക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഹോസ്പിറ്റലിന് ഒപ്പം തന്നെ ബിസൈഡ് ടു ഹോസ്പിറ്റൽ which may range from small community hospital to massive multi-hospital system. Then these healthcare administrator may also work for ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതല് മാസീവ് മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റം, വലിയ ബൃഹത്തായിട്ടുള്ള മൾട്ടി ഹോസ്പിറ്റൽ സംവിധാനം വരെയുള്ള ഹോസ്പിറ്റലിന് പുറമെ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഇവിടെ കൂടി വർക്ക് ചെയ്യാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണോട്ടോ. അതായത് ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ വലിയ മൾട്ടി ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ വരെയുള്ള ഈ ഹോസ്പിറ്റലിന് പുറമെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിൽ കൂടി വർക്ക് ചെയ്യാം. എവിടേക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് റീഹാബിലിറ്റേഷൻ പുനരധിവാസ സൗകര്യങ്ങള്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചില്ലേ നിങ്ങള്? റീഹാബിലിറ്റേഷൻ പുനരധിവാസ സൗകര്യങ്ങള്, ഇപ്പൊ വയസ്സായ ആളുകളും ഒക്കെ അവരുടെ ജീവിതത്തിന്റെ അവസാന നാളുകളിലൊക്കെ അല്ലെ അവർക്ക് കെയർ കൊടുക്കാം. അവർക്ക് അപ്പൊ ട്രീറ്റ്മെന്റ് അല്ല അവിടെ കൂടുതല്, ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ എന്താണ് എന്റർടൈൻമെന്റ് ആണ് കൂടുതൽ അല്ലെ. അവസാന നാളുകളിൽ ഇനി അവർക്ക് മരുന്നും അതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ട സന്തോഷവും കാര്യങ്ങളും കൊടുക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തിക്കുന്നതാണ് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റികൾ അല്ലെ, വയസ്സായവരെയും ആരോഗ്യമില്ലാത്തവരെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാം. പഠിച്ചു വെക്കണോണ്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഹോസ്പിറ്റലിന് പുറമെ എവിടെയെല്ലാം വർക്ക് ചെയ്യാം? റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യാം. അടുത്ത് നോക്കിയേ, ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്. ആംബുലേറ്ററി കെയർ എന്താ? ഹെൽത്ത് കെയർ ഫെസിലിറ്റി ദാറ്റ് പ്രൊവൈഡ് ദ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ് അല്ലെ, പുറമേ നമ്മൾ കൊടുക്കുന്നത് ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സിൽ കൊടുക്കുന്ന ഫെസിലിറ്റി ആംബുലേറ്ററി കെയർ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം. ആംബുലേറ്ററി കെയർ സെന്റർ എന്ന് പറഞ്ഞാൽ ambulatory care centers are healthcare facility that provide outside the medical services. ചെക്കപ്പുകള്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് അങ്ങനെയുള്ള ആ ഒരു മെഡിക്കൽ സർവീസിന് പുറത്ത് കൊടുക്കുന്ന എന്താ ഫെസിലിറ്റി, അതാണ് ആംബുലേറ്ററി കെയർ. നിങ്ങൾ ഡീറ്റെയിൽ നോക്കണ്ട. ഈ ഹോസ്പിറ്റലിന് പുറമെ ഒരു ഹെൽത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാം? എവിടെയാണ് ഒന്നാമത്തെ പറഞ്ഞത്? റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം, ആംബുലേറ്ററി കെയർ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യാം. എക്സ്പ്ലനേഷൻ ആണോ? ഓക്കെ, എന്താണെന്ന് ചോദിക്കൂല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ആംബുലേറ്ററി കെയർ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആംബുലേറ്ററി കെയർ സെന്റേഴ്സ് ആർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് that provide outpatient medical services. Healthcare facility that provide outpatient health medical services such as checkups, diagnostic testing തുടങ്ങിയ ഫെസിലിറ്റി ആംബുലേറ്ററി കെയർ സെന്റേഴ്സിന് ഔട്ട്പേഷ്യന്റ് സെറ്റിംഗ്സിന് കൊടുക്കുന്നത്. ആംബുലേറ്ററി കെയർ സെന്റേഴ്സിൽ അവർക്ക് വർക്ക് ചെയ്യാം. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പല ഡോക്ടർമാരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ലേ? ക്യാമ്പൊക്കെ പോലെ പല ഡോക്ടർമാരും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്, പേഷ്യൻസിനെ നോക്കുക, അങ്ങനെയൊക്കെ ക്യാമ്പ് പോലെയൊക്കെ പറയാം.
ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്, അതായത് ഗ്രൂപ്പായിട്ട് പല ഡോക്ടർമാരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി, അവിടെ അവർക്ക് വർക്ക് ചെയ്യാം. ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സിന് പുറത്ത് കൊടുക്കുന്ന കെയർ ആണ് കേട്ടോ. കെയർ പ്രൊവൈഡഡ് ബൈ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ്. കെയർ പ്രൊവൈഡഡ് ബൈ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ്. ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ് പുറമെ നമ്മൾ കൊടുക്കുന്ന കെയർ. ഇൻപേഷ്യന്റ് അല്ല, ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ് അവിടെ കൊടുക്കുന്ന കെയർ. കെയർ പ്രൊവൈഡഡ് ബൈ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ്. അതാണ് നമ്മൾ എഴുതിയത്. Ambulatory care centers are healthcare facility that provide outpatient medical services. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. Care provided by outpatient settings. ഇനി ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് പല ഡോക്ടർമാരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, അവിടെ വർക്ക് ചെയ്യാം. Then hospice centers. Hospice centers. ഹോസ്പിസ് സെന്റേഴ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് സെന്റൻസ് തന്നെ ഇൻട്രൊഡക്ഷനില് ഹോസ്പിസ് സെന്റേഴ്സ് പഠിച്ചില്ലേ? എന്നൊക്കെ പറഞ്ഞ ഫസ്റ്റ് ഹോസ്പിസ് സെന്റേഴ്സ് ഇതുപോലെ തന്നെ അവർക്ക് കുറച്ച് ട്രീറ്റ്മെന്റ് എന്റർടൈൻമെന്റ് ഒക്കെ കൊടുക്കുന്ന സെന്ററുകൾ ഹോസ്പിസ് സെന്റേഴ്സില്. അടുത്തത് ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ്. ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യാം. ഫിസിഷ്യൻ ഓഫീസ്, ഫിസിഷ്യന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം. റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്, പേഷ്യന്റ് ഹോമിലൊക്കെ അങ്ങനെ റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യാം. ഹോം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം. ഹോം ഹെൽത്ത് കെയർ. മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്, നിയന്ത്രിത പരിചരണ മേഖലകൾ. മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്, നിയന്ത്രിത പരിചരണ മേഖലകൾ. ഇവിടെയെല്ലാം ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് വർക്ക് ചെയ്യാം. ഏതിനും ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഹോസ്പിറ്റലിന് പുറമെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഇവിടെയൊക്കെ കൂടി വർക്ക് ചെയ്യാം. അപ്ലൈ ചെയ്തോണ്ട് അതൊക്കെ ചോദിക്കാറുണ്ട്, അങ്ങനെ തന്നെ സെന്റൻസ് ചോദിക്കാറുണ്ട്. Beside the hospital, the health care administrator may also work for dash. എവിടേക്കാ? റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യാം. ആംബുലേറ്ററി കെയർ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് അവിടെ വർക്ക് ചെയ്യാം. ഹോസ്പിറ്റൽ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം. ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യാം. ഫിസിഷ്യൻ ഓഫീസിൽ വർക്ക് ചെയ്യാം, ഓഫീസേഴ്സിൽ വർക്ക് ചെയ്യാം. റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റികളിൽ, ഹോം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം. മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ, നിയന്ത്രിത പരിചരണ സംഘടനകള്, ഇവിടെയെല്ലാം വർക്ക് ചെയ്യാം. നോട്ട് ചെയ്തോ അത്? ഇനി ചെറിയൊരു പാരഗ്രാഫ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് എ ലാർജ് ഫെസിലിറ്റി മേ വർക്ക് ഇൻ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയ. ഇനി വലിയ ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പ്രത്യേക ക്ലിനിക്കൽ ഏരിയയുടെ ജോലികള്, സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ഏതാണ്? കാർഡിയോളജി, സർജറി, ന്യൂറോളജി, ഒബ്സ്റ്റെറ്റിക് ആൻഡ് നെഫ്രോളജി തുടങ്ങിയ ക്ലിനിക്കൽ ഏരിയയില്, സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇത് ലാർജർ ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ. Hospital administrator at a larger facility may work in specific clinical area. Underline ചെയ്തോ കേട്ടോ. ഏതൊക്കെ? കാർഡിയോളജി. കാർഡിയോളജി എന്താ? എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത? ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? ഹാർട്ട് ഡിസീസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് കാർഡിയോളജി. സർജറിയില് ന്യൂറോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ട? ന്യൂറോളജി nerves, right? നമ്മുടെ nervesമായിട്ട് nerve സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ് ന്യൂറോളജി. ഒബ്സ്റ്റെറ്റിക്സ് ഏതാ? ഒബ്സ്റ്റെറ്റിക് പ്രസവ സംബന്ധമായിട്ടുള്ള അല്ലെ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, ഇതൊക്കെ നിങ്ങൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചതല്ലേ? ചൈൽഡ് ബർത്ത്, ഒബ്സ്റ്റെറ്റിക്സ്, ന്യൂറോളജി, കാർഡിയോളജി, ഇതൊക്കെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചത്. ആൻഡ് നെഫ്രോളജി. നെഫ്രോളജി എന്തുമായിട്ടാ ബന്ധപ്പെട്ടതാണ്? കിഡ്നി, വൃക്കകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇത്. ഇങ്ങനെയുള്ള സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയ, ചികിത്സാ സംബന്ധമായിട്ടുള്ള ഏരിയകളിൽ വർക്ക് ചെയ്യാം.
hospital administrator at a smaller facility. Smaller facility യിലുള്ള hospital administrator may supervise the different department. അവര് പല ഡിപ്പാർട്ട്മെന്റുകളെ സൂപ്പർവൈസ് ചെയ്യണം. ഏതൊക്കെയാ? ലൈക്ക് ഫിനാൻസ്, സാമ്പത്തികപരമായിട്ടുള്ള ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ PERSONAL, പേഴ്സണൽ ആരാ? സ്റ്റാഫ്. സ്റ്റാഫ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്നു. അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. Hospital administrator at a larger facility may work in specific clinical area. Then hospital administrator at a smaller facility may supervise the different departments. Different departments. Different departments. Different departments. Okay. Just a few of the title hospital administrator may possess include. ഇനി എന്തൊക്കെയാണ്? ഇതെല്ലാം നമ്മള് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ പറയുന്ന ഒരു പൊസിഷൻ നിർവഹിക്കാം. അതാണ് ആ നിർദ്ദേശം പറഞ്ഞത്. Just a few of the titles hospital administrators may possess include. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ പൊസിഷൻ നിർവഹിക്കാം. ഏതൊക്കെ പൊസിഷൻ? പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ആ പൊസിഷൻ അവർക്ക് നിർവഹിക്കാം. അതും നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഏതൊക്കെ പൊസിഷൻ അവർക്ക് നിർവഹിക്കാം എന്നാണ്. അതിന്റെ പേരുകളൊക്കെ താഴെ വരെ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഏതൊക്കെ പൊസിഷനുകൾ അവരെ നിർവഹിക്കാം? പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അവിടെ സിഇഒയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. ആ മൂന്നിന്റെ എക്സ്പാൻഡഡ് ഫോം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ആ ഒരു പോസ്റ്റ് നിർവഹിക്കാം, ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അടുത്തത് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, COO. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ആ പൊസിഷൻ നിർവഹിക്കാം. പേര് മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാട് ഡീറ്റെയിലേക്ക് പോണില്ല. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ആ ഒരു പോസ്റ്റ് നിർവഹിക്കാം. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, CFO. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഇതിന് ഏതെങ്കിലും ഒരെണ്ണം മിക്കവാറും ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഒരു സെക്ഷനിൽ. നമ്മൾ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്യണം. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഏതൊക്കെ പൊസിഷൻ നിർവഹിക്കാം? ഏതൊക്കെയാ? CEO, COO, CFO. മൂന്നും കിട്ടിയോ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഇനി അടുത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ആ പൊസിഷൻ നിർവഹിക്കാം. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ആ പോസ്റ്റ് നിർവഹിക്കാം. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ഡയറക്ടർ. റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്, ആ പൊസിഷൻ നിർവഹിക്കാം. വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി, വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന് മേൽനോട്ടം വഹിക്കുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി, ആ പോസ്റ്റ് നിർവഹിക്കാം. ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ, ആ ഒരു പോസ്റ്റ് നിർവഹിക്കാം. ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ. കംപ്ലൈന്റ്സ് എഡ്യൂക്കേറ്റർ, ഒരു കംപ്ലൈന്റ്സ് ട്രെയിനർ. പാലിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. എഡ്യൂക്കേറ്റർ ആയിട്ട് ആ ഒരു പോസ്റ്റ്. ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, ആ പോസ്റ്റ് നിർവഹിക്കാം. ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്, ആ പോസ്റ്റ് നിർവഹിക്കാം. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്, അസിസ്റ്റന്റ് ഡയറക്ടർ, ആ പോസ്റ്റ് നിർവഹിക്കാം. അടുത്ത് നോക്കിയേ, ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത്, ഡയറക്ടർ, ആ പൊസിഷൻ നിർവഹിക്കാം. അടുത്ത പോയിന്റ് ആണ് ഡയറക്ടർ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്. അത് അടുത്ത പോയിന്റ് ആണ്. ഡയറക്ടർ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്, ഈ പൊസിഷൻ എല്ലാം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നിർവഹിക്കാം. ജസ്റ്റ് ആ പേര് മാത്രം വായിച്ചു വെച്ചാൽ മതി. ഓക്കെ ആണോ? ഇതെല്ലാം എളുപ്പമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത്തിരി നമ്മൾ അങ്ങനെ പോയത്.
ആദ്യം നമ്മൾ പറഞ്ഞത് ആ പോസ്കോപ്പിൽ ഓരോ ലെറ്റേഴ്സും ഇല്ലേ, അത് എന്തിനെ സൂചിപ്പിക്കുന്നു, പിന്നെ അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ഏതൊക്കെയാ, 3 നമ്മൾ പറഞ്ഞു. ഇന്റർപേഴ്സണൽ, ഇൻഫർമേഷണൽ, ഡിസിഷണൽ. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇപ്പൊ ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്ന ഏതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡിസിഷണൽ റോൾസിൽ വരുന്ന ഏതെന്ന് ചോദിക്കാം. പിന്നെ ആ സ്കില്ലുകൾ, ആ 3 സ്കില്ല് മാത്രം നോക്കി വെക്കാം. ടെക്നിക്കൽ സ്കില്ല്, ഹ്യൂമൻ സ്കില്ല്, കോൺസെപ്റ്റൽ സ്കിൽസ്. ഇനി അടുത്തതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. എന്താണ്? ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. ഡിപ്പാർട്ട്മെന്റ് സുഗമമായി പ്രവർത്തിപ്പിക്കുക, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ അതിനകത്ത് ആ റെസ്പോൺസിബിലിറ്റി അണ്ടർലൈൻ ചെയ്യണം. മാനേജിംഗ് ഫിനാൻസ്, ensuring the department meets regulatory needs, hiring high quality staff. അത് അണ്ടർലൈൻ ചെയ്തിടണം. പിന്നെ അടുത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കോർഡിനേറ്റ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി അണ്ടർലൈൻ ചെയ്തിടാം. ഇനി അവർക്കുടെ പ്രാവീണ്യം ആവശ്യമാണ്. എന്തിന്? എക്സിക്യൂട്ട് പ്ലാൻ, ഓർഗനൈസ്, ഡയറക്റ്റ് ആൻഡ് മോണിറ്റർ ദ ഔട്ട്കം ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്. അതിന്റെ നല്ലൊരു ഔട്ട്കമിന് അവർക്കുടെ പ്രൊഫിഷ്യൻസി, അവരുടെ പ്രാവീണ്യം അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ കണ്ടോ പറഞ്ഞത് ഏതാ, ഒരു ഡ്യൂട്ടീസ്, ആ പോയിന്റുകളില്ലേ അത് നോട്ട് ചെയ്ത് വെക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസിന് വരുന്നത് ഏത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് എന്തൊക്കെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കണം, അത് നോട്ട് ചെയ്യണം. എല്ലാം കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലിയാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എവിടെയൊക്കെ വർക്ക് ചെയ്യാം. ഹോസ്പിറ്റലിന് പുറമെ, ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഈ ഹോസ്പിറ്റലിന് പുറമെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് എവിടെയൊക്കെ വർക്ക് ചെയ്യാം. റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റിയില്, അംബുലേറ്ററി കെയർ സെന്റേഴ്സ്, ഇവിടെയൊക്കെ വർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ലാർജ് ഫെസിലിറ്റിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വർക്ക് സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ സ്മോളർ ഫെസിലിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റുകളെ സൂപ്പർവൈസ് ചെയ്യുന്നു. പിന്നെ അടുത്തത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഏതൊക്കെ പൊസിഷൻ നിർവഹിക്കാം. ഓക്കെ, അതിൽ ആദ്യത്തെ 3 എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്യണം, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഉള്ളത് എല്ലാ പോയിന്റ്സ്, ഈ പോസ്റ്റ് ഒക്കെ അവർക്ക് നിർവഹിക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഇത് കാണുമ്പോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ഒന്ന് മനസ്സിലാക്കി വെക്കും. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് എല്ലാവരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇനി ഫങ്ഷൻസ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.